എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ആ ഒരു മുഖത്തെ ഒരു ചിരി കണ്ടാൽ തന്നെ ബ്രൈറ്റർ ആക്ച്വലി. അപ്പൊ എന്താണ് മരണമാസത്തിനെ പറ്റി പൗലോസേട്ടന് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രംകാരോട്? മരണമാസത്തിനെ പറ്റി ഞാനൊക്കെ പറയാം. അതങ്ങനെ നമ്മളിങ്ങനെ തള്ളി മരണമാസത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 10-ാം തീയതി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നു. എൻ്റെ ജീവിതത്തിലെ 51 വർഷമായി അഭിനയിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇത്ര വലിയൊരു സിനിമയിൽ ബേസി ജോസഫ് എന്ന ഇന്നത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക. അതുപോലെ തന്നെ സിജു ഇങ്ങനെ ഓരോ ഗുണങ്ങളിലും ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിജുവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നതിന് എനിക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഇതേപോലെ ഈ വലിയൊരു സദസ്സിൻ്റെ ഇതുപോലുള്ളൊരു പ്രൊമോഷൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിനും എല്ലാ സന്തോഷവും. നന്ദി. Thank you so much and we have amazing Pooja with us today. അപ്പോൾ എനിക്കൊന്ന് ഓരോ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോഴും ഉറപ്പായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിലാണെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ പല രീതികളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അപ്പം മരണമാസത്തിലേക്ക് വരുമ്പോൾ എന്താണ് പൂജയുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ? മരണമാസത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ മരണമാസം അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ സിജുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കണം. അപ്പം അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണ് ഈ കഥാപാത്രങ്ങൾ കയറി വരുന്നത്. പൂജയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ ക്യാരക്ടർ വന്നത്? അങ്ങനെയൊന്നല്ല. പക്ഷേ മരണമാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ അനുഭവം തന്നെയായിരുന്നു മരണമാസ്. എനിക്ക് തോന്നുന്നു അതേപോലെ വ്യത്യസ്തകൾ സപ്പോർട്ട് ചെയ്യുന്ന മലയാളി ഓഡിയൻസിന് ഇത് ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും 10-ാം തീയതി സിനിമ കണ്ട് നമ്മൾക്ക് അവരുടെ സ്നേഹവും സപ്പോർട്ട് തരുമെന്നാണ് വിശ്വാസം. Thank you very much and we have the cutest Naika of Maranamas, Anisha. Yes, പറയൂ. ബേസിയുടെ മൂക്കിന് ട്രീറ്റൊക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടായിരുന്നു. ശരിക്കും കൊടുത്തോ? ഉറപ്പാണോ? ചെറുതായിട്ടുണ്ട്. എൻ്റെ നാടാണ് തിരുവനന്തപുരം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിവിടെ മരണമാസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. എല്ലാവരും 10-ാം തീയതി നമ്മുടെ സിനിമ പോയിട്ട് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും അല്ലുപ്പ എന്ന് വിളിക്കുന്ന ഈ ഒരു സൂപ്പർ ക്യൂട്ട് സ്റ്റാർ ഇവിടെയുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കൂ. എല്ലാവർക്കും ഒരു ഹായ് പറയോ? ഹായ്. ആളെല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ? റൊണാൾഡോയുടെ ഒരു വൈറൽ സ്റ്റെപ്പൊക്കെ ഇടുന്ന ആളാണ്. നമുക്ക് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ആ സ്റ്റെപ്പ് ഒന്നിട്ട് കാണിച്ചു തരാമോ? ഉറപ്പല്ലേ? നിങ്ങൾ എല്ലാവരും കൈയടിക്കും. അദ്ദേഹം ഈ മരണമാസത്തെ സിനിമയുടെ റൈറ്റർ കൂടിയാണ്, ആർട്ടിസ്റ്റ് കൂടിയാണ്. സിജു, എന്താണ് പറയുന്നത്? നമസ്കാരം. അപ്പം ഇതൊരു അഭിനയമായിരുന്നു. മരണമാസത്തിനോട് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയിട്ട് വരികയാണ്. എല്ലാ പ്രാവശ്യം അഭിനയിച്ചിട്ട് പോയാൽ മതി. ഇപ്രാവശ്യം കുറേ ഭാരങ്ങൾ കൂടുതലാണ്. അതിൻ്റേതായ പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി ആണ് നമ്മുടെ മരണമാസം റിലീസാവുന്നത്. എല്ലാവരും സമയം പോലെ പോയി കാണുക. അന്ന് നമ്മൾ മാത്രമല്ല, ആലപ്പുഴ ചിങ്കാനയുണ്ട്, ബസ്സൊക്കെയുണ്ട്. എല്ലാ പടങ്ങളും കാണുക. എല്ലാവരെയും വിജയിപ്പിക്കുക. പിന്നെ ഞാനിവിടെ വ്യസന സമേതം ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ട് ഇവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു 1 മാസത്തോളം. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് സമയത്ത് രാവിലെ മട്ടൺ കഴിക്കാൻ പോവുക, മട്ടൺ ഫ്രൈ കഴിക്കാൻ പോവുക, സംസമ്മീന്ന് ക്രീം ബണ്ണ്. അതുകൊണ്ട് അങ്ങനെ കുറേ ഫുഡ് കൾച്ചറൊക്കെ എനിക്ക് ഭയങ്കര ട്രിവാൻഡ്രത്തോട് എനിക്ക് അങ്ങനെയാണ് ട്രിവാൻഡ്രത്തോട് കൂടുതൽ കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അതിന് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറേ നല്ല ആൾക്കാരാണ്. അപ്പം എല്ലാവരും കാണുക, റിക്വസ്റ്റ് ചെയ്യുകയാണ്. സമയം പോലൊക്കെ കാണുക. താങ്ക് യു. ആൻഡ് സിജിനോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നമുക്കൊരു കൺവീൻസിങ് സ്റ്റാർ ഉണ്ടായിരുന്നു അല്ലേ? അതിന് നിങ്ങൾ എല്ലാവരും വട്ടം കൂടി ഒന്ന് പൂക്കിയാക്കിയപ്പോൾ സത്യത്തിൽ കൺവീൻസിങ് സ്റ്റാർ ഇവിടെ വരേണ്ടതാണ്. ഷൂട്ടുള്ളത് കൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. പൂക്കിയാണ്, ഞങ്ങളെക്കാട്ടിലൊക്കെ വലിയൊരു പൂക്കിയാണ് സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പവറാണ്. ആ ഒരു പവർ ഈ സ്റ്റേജിൽ ഇച്ചിരി കുറവുണ്ട്. സുരേഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ കൂടി ഇങ്ങനെ നിർത്തി വളാക്കും. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടേ തമാശയൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ പറ്റും. സുരേഷ് ചേട്ടൻ്റെ മാത്രമല്ല, രാജേഷ് മാധവൻ, സുരേഷ് ചേട്ടൻ, ബേസി ചേട്ടൻ, പിന്നെ പൗലോസ് ചേട്ടൻ, എല്ലാവരും, അനീഷ്മ, പൂജ, ജോമോൻ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. അപ്പം
എല്ലാവരും കാണുക. ഓക്കെ.